പ്രിയപ്പെട്ടവരെ, ഈ തട്ടിപ്പാണ് സ്വലാത്ത് നഗറിൽ മലപ്പുറത്ത് നടക്കുന്നതെങ്കിൽ ഊരിക്കുഴിയിലും മർക്കസിന്റെ ഉള്ളിൽ നടക്കുന്നത് ഇതുപോലെയാണെന്ന് ഞാൻ ചേർത്ത് പറഞ്ഞ നിങ്ങൾക്ക് വിഷമുണ്ടാവും. ഞാൻ പറയണ്ട, അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് തന്നെ വിശദീകരിക്കട്ടെ, കേട്ടോളൂ. ഈ തരത്തിൽ വഞ്ചന മാത്രം കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മനുഷ്യൻ സ്വലാത്ത് വിറ്റ് കാശാക്കുന്നത് അനുയായികൾക്ക് തന്നെ പഠിപ്പിച്ചത്. ഉസ്താദ് നിന്നും പാത്തിയാൽ പിന്നെ ശിഷ്യൻ എന്ത് ചെയ്യും? മരത്തമ കയറി പാത്തുന്ന അതിൽ പെട്ടതാ കാന്തപുരത്തിലെ ശിഷ്യന്മാർ. നാട് നിറയെ സ്വലാത്ത് കൊണ്ടു കിടക്ക. കൂരിക്കുഴി തങ്ങൾ എന്ന് പറഞ്ഞ തങ്ങളുണ്ടായിരുന്നു, സ്വലാത്തിന്റെ തങ്ങള്. കൂരിക്കുഴി തങ്ങൾ എന്ന് പറഞ്ഞ സ്വലാത്ത് എന്താ തങ്ങളുടെ അവസ്ഥ? കൂരിക്കുഴി തങ്ങൾ എന്ന് പറഞ്ഞ സ്വലാത്തിന്റെ അവസ്ഥ 10,000 തടിച്ചുകൂടല്ലേ സ്വലാത്ത്. കാരണം സ്വലാത്ത് നിറയെ കറാമത്താ. ഈ സ്വലാത്തിൽ കൂടുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുക, വലിയ വലിയ ഗൗരവകരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാ. കൂരിക്കുഴി തങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നടത്തിയ ഫേമസ് ആയ സ്വലാത്ത്, ആ സ്വലാത്ത് കാന്തപുരം വിഭാഗം നടത്തിയ ആ സ്വലാത്തിൽ എങ്ങനെ അത് പൊളിഞ്ഞു പോയിരുന്നു? ആ സ്വലാത്ത് നമ്മൾ പിരിച്ചുവിട്ട് ഇയാൾ പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം എന്താ ഉണ്ടായത്? ഈ സ്വലാത്ത് ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ കാരണം ഇയാൾ കൊല്ലത്ത് നാടകശാല നടത്തുന്ന ഒരു നാടകശാലയിൽ അഭിനയിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെ വശീകരിച്ച് അയാൾക്ക് 2,000 രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് അംഗവൈകല്യം ബാധിച്ച ആളായി അഭിനയിച്ചുകൊണ്ട് സ്വലാത്തിന്റെ മജ്‌ലിസ് വന്നു. അയാൾ സദസ്സിങ്ങനെ കയറി വന്ന് കാണും, നല്ല അംഗവൈകല്യം അഭിനയിക്കുന്ന ആളുകൾക്ക് ശരിക്കറിയാലോ, ഇയാൾക്ക് 2,000 രൂപ കിട്ടിയാൽ പോരെ, ഇയാൾക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. ഇയാൾ അംഗവൈകല്യം ബാധിച്ച ആളായിട്ട് ആ സ്വലാത്ത് മജ്‌ലിസിന്റെ മുന്നിൽ വന്നിരുന്ന് എല്ലാവരും കണ്ടു. കൂരിക്കുഴി തങ്ങളോട് സ്വലാത്ത് ദുആ ചെയ്യാൻ പറഞ്ഞു. തങ്ങൾ നന്നായി പറഞ്ഞു, കാലിന് സ്വാധീനമില്ലാത്ത ഇത്ര വർഷങ്ങളായി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഇയാളുടെ സലാമത്തിന് വേണ്ടി ഒരു ദുആ ചെയ്തു സ്വലാത്തിലിട്ട്. ആ ദുആ കഴിയേണ്ട താമസം ഇയാളെ കാലിന് നേരെയായി. ഇയാൾ എഴുന്നേറ്റു, സുഖമായി നടക്കുന്നു, ഓടുന്നു, വളരെ സന്തോഷം. ഇത് ആരവത്തോടുകൂടി ഇവിടെ പറഞ്ഞപ്പോൾ അത് അവിടെയുള്ള ജനങ്ങൾ കൃത്യമായി കണ്ടുപിടുത്തി തിരിച്ചറിഞ്ഞപ്പോൾ കൂരിക്കുഴി തങ്ങൾ അവിടെ നിന്ന് പുറത്താക്കി എന്ന് മാത്രമല്ല, കൂരിക്കുഴി തങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ കബീല സയ്യിദാണോ തങ്ങളാണോ പരിശോധിച്ചപ്പോൾ കൃത്യമായി കിട്ടിയ വിവരം അയാൾ സയ്യിദല്ല, ബുഹാരിയാണ് എന്ന് പറയുന്നുണ്ട്. ഈ തരത്തിൽ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അവസാനമായി പറയട്ടെ, എന്തിനേറെ സ്വലാത്ത് വിറ്റ് കാശാക്കാൻ മടിയില്ലാത്ത ഈ വിഭാഗം ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുമുടി പോലും ദുരുപയോഗം ചെയ്ത് ഉണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുന്നതിന് മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്താണ് ഇതിന്റെ കൃത്യമായൊരു വിശദീകരണം? ഒന്ന് സത്യതാൽ എഴുതണം, ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം. അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യ. ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോൾ നബിന്റെ മുടിക്ക് ബറക്കത്തുണ്ടെന്ന് പറയുമ്പോൾ നബിന്റെ മുടി കാരന്തൂർ മർക്കസിലുണ്ട് എന്ന് പറയുന്നില്ല, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നു? ഇയാൾ കാന്തപുരാണെങ്കിലും കൂടിയിട്ട് നമ്മുടെ ആദർശത്തിന് കുഴപ്പം വരാൻ പാടില്ലല്ലോ, കൃത്യമായ മറുപടി പറയണ്ടേ, ആ ബോധ്യപ്പെടണം. പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ, കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആളെന്ന നിലയിൽ കാന്തപുരം റസൂലുള്ളാഹിന്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 1% പോലും സത്യത്തിന് സാധ്യതയില്ല എന്ന് ഉറപ്പാണ്. കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ. നമുക്ക് അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഒരിക്കൽ വേങ്ങര ഒരു പ്രശ്നമുണ്ടായി, ഒരു ക്ലാസ്സാ. സംശയം ചോദിച്ചു, കാരന്തൂർ മർക്കസ് റസൂലുള്ളാഹിന്റെ മുടി ഉണ്ട് എന്ന് പറയണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. MP മുസ്തഫൽ ഫൈ സ്റ്റേജിൽ മൂപ്പർ എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും എന്ന് പറഞ്ഞു. കാരണം മൂപ്പർക്ക് ശരിക്കറിയാം കാന്തപുരത്തിനെ കുറിച്ച്. ഈ കാര്യത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു. ഇതിന്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ റബീഉൽ അവ്വൽ 1 ആ സത്യതല എഴുതാൻ വേണ്ടി. ഞാൻ ഇന്ന ആളാണ്, കോഴിക്കോട് എസ്റ്റേറ്റ്മെന്റ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്ക് AP ഉസ്താദിനെ കിട്ടണം, ഒരു വിഷയം സംസാരിക്കാനാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ല, അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ മുടിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. മുജാഹിദുകൾ അവർ കൃത്യമായ വിവരം അറിയാനാണ് പറഞ്ഞു. അപ്പോൾ ടെലിഫോൺ എടുത്ത ആൾ പറഞ്ഞു, ഷെയ്ഖുന സ്ഥലത്തിലെ പുറത്താണ്, ഇവിടെ സീഫൈസ് ഉണ്ട്. സീഫൈസ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ്, മരുമകനല്ലേ പുതിയാപ്പട, അദ്ദേഹമാണ് ജനറൽമാർ. ഒക്കെ സ്വന്തക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ട്രസ്റ്റ് ആക്കിയേക്കാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നു. അവിടെ ഉസ്താദുണ്ട്, സീഫൈസ് കൊടുക്കാറുണ്ട്, കൊടുത്തു. ഞാൻ പരിചയപ്പെടുത്തി, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഒരു കൃത്യമായ ഒരു വിശദീകരണം തന്നാൽ ഇത് നബിന്റെ മുടി തന്നെയാണോ, എവിടുന്ന് കിട്ടിയാൽ ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഫൈസി എനിക്കതിനെ പറ്റാറില്ല, ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ മൂപ്പരോട് ചോദിച്ചോളിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഫൈസി അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവില്ല, എവിടുന്ന് കിട്ടി, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അയാൾ പറഞ്ഞു മറുപടി, അത് ഗുജറാത്തിനോ ബോംബെന്നോ എവിടുന്നോ കിട്ടിയാണ്, എനിക്കതിനെ പറ്റുന്നത് മൂപ്പര് വന്നിട്ട് നിങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോൾ സീഫൈസിക്ക് ഒരു വിശ്വാസമായി, എനിക്ക് ഉറപ്പായി. കാരണം മൂപ്പരും അപ്പം നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ്. ഞാൻ വരട്ടെ വിചാരിച്ചു.
അപ്പോൾ നാഷണൽ ദഅവ കോൺഫറൻസിലൊക്കെ അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു നാസർ മിസിക്ക് ഒന്ന് വിളിച്ചു നോക്കല്ലേ വെച്ചു. വിളിക്കാറുണ്ട്, വിളിച്ചു വരും എന്ന് പറഞ്ഞാലേ വിളിച്ചു. ഫോൺ ഇയാൾക്ക് 10 മണിക്ക് കൊടുക്കാറുണ്ട്. 10 മണിക്ക് മൊബൈൽ ഒന്ന് കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു, പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ 1-2 സംഘടനയെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു ആദർശ രംഗത്തൊരു പ്രശ്നം, എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിൻ്റെ മുടി മർക്കസിലുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സനതുണ്ടോ, അത് എവിടുന്ന് കിട്ടി, അതിൻ്റെ പരമ്പര പറയാൻ പറ്റുമോ, നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ, ഉറപ്പ് പറയാൻ, അതിന് നിജസ്ഥിതി അറിയാനാണ് ഉസ്താദിനെ വിളിച്ചത്. നേരത്തെ സി ഫൈസിനെ വിളിച്ചു, ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ്, ഉസ്താദിനെ വിളിക്കുകയാണ് പറഞ്ഞു. ആ മോനെ അതിനെന്താ സംശയം, റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങൾ, മോനിപ്പോൾ എവിടെയുള്ളത്? ഞാൻ കരുവാറുണ്ട് ധാരണ മാനു മുസ്ലിയാരുടെ വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂലുള്ളാഹിന്റെ മുടിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇബ്നു സീരീൻ റസൂലുള്ളാഹിന്റെ മുടിന്റെ പുണ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കണ്, അങ്ങനെ പറഞ്ഞേക്കണ്, ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റോളം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ ചോദിച്ചത് ആ മുടി ഉസ്താദിന് എവിടുന്ന് കിട്ടി, അതിൻ്റെ ഒരു കൃത്യമായ പരമ്പര. അപ്പം വെല്ലൂരിൽ നിന്ന് കിട്ടിയതാണോ, എന്നാൽ വെല്ലൂർ പോകൂലേ? അല്ല സുഡാനിൽ നിന്ന് കിട്ടിയാണോ, സുഡാനിൽ പോകൂലേ? അല്ല കശ്മീരിൽ കിട്ടിയ എന്നാൽ കശ്മീരിൽ നിന്ന് പോകൂലേ? അല്ല അബുദാബിയിൽ നിന്ന് കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവില്ല, എവിടുന്നെങ്കിലും ഉള്ള മുടിയല്ലേ കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, മാന്യമായി ചോദിച്ചത് എവിടുന്ന് കിട്ടിയതൊരു ജസ്റ്റ് ഒരു വിവരം ഉസ്താദേ. അതിനെന്താ മോനെ സംശയം? അത് വളരെ കൃത്യമായി 5 കൊല്ലം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതാ. ഞാനത് പഠിച്ച് വളരെ ബോധ്യപ്പെട്ട അവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ മുടി തന്നെ ഒരു സംശയം വരാതെ പിന്നെയും മുടിൻ്റെ മഹത്വം പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഉസ്താദെ ഏതെങ്കിലും മുജാഹിദിൽ പ്രശ്നമാക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ്, ഉസ്താദിൻ്റെ കയ്യിൽ ആ മുടി കിട്ടി അതിൻ്റെ സനതുണ്ടോ പരമ്പര ഉണ്ടോ, വേണ്ടി വന്നാൽ ഇതായി മുടി ഇന്ന റസൂലുള്ള വരെ മുട്ടുന്ന ആ പരമ്പര നമുക്ക് ആ സനതൊന്ന് കാണാൻ പറ്റുമോ, വേണ്ടി വന്നാൽ മുജാഹിദിനെ കൂട്ടിക്കൊണ്ടെന്ന് ആലോചിച്ചു. ആ മൂപ്പര് പറഞ്ഞു ചിരിച്ചിട്ട്, ഭയങ്കര ആളല്ലേ, അല്ല മോനെ എങ്ങനെയാണ് സനദിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, അവരൊക്കെ മരിച്ചു പോയില്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ആ സനത് എഴുതി വെച്ചിട്ട് ഫോട്ടോക്ക് ഇപ്പൊ ജസ്റ്റ് എടുത്ത് തന്നൂടെ, ഇല്ലെങ്കിൽ വേണ്ട, ഒരു പ്രശ്നം ഉണ്ടായ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഒരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ പറഞ്ഞു, മോൻ അങ്ങനത്തെ ആൾക്കൊരു പ്രശ്നം കൂട്ടിയാൽ നമുക്ക് സനത് കാണിച്ചു കൊടുക്കാറുണ്ട്. എന്നാ ശരി അസ്സലാമു അലൈക്കും ഫോൺ വെച്ചു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാണ് മൂപ്പര് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിച്ചിട്ട് ഓഫീസിൽ നമ്പറിലാണ് വിളിച്ചിട്ട് എന്നെ ചോദിച്ചു. അപ്പൊ ചെന്ന് ഫോൺ എടുത്തു. പിന്നെ നേരത്തെ ഫോൺ കട്ടായതാണ്, ഒരു കട്ടുമായിട്ടില്ല. പച്ച കളവ്. ഞാൻ കളവ് എന്ന് പറഞ്ഞാൽ വാസ്തവവിരുദ്ധം പറയാ, മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യമല്ലേ. ഇയാൾ പറയാണ് ഫോൺ കട്ടാതെ. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ, മുജാഹിദ് മോന് ജമാഅത്തിലൊന്ന് വിവാദം ഉണ്ടാക്കിയാണ്ട് അതിന് സനത് കാണാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട. അവരെത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആളുകളാ. പിന്നെ ഒരു വാജിബിന്റെ ഹറാമിന്റെ പ്രശ്നമൊന്നുമല്ലല്ലോ, ഇത് തബറുക്കിന്റെ പ്രശ്നമാണ്. ഇഷ്ടമുള്ള ആൾക്കാർ തബറുക്ക് എടുത്തോട്ടെ, അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട, മോൻ അങ്ങനത്തെ ആൾക്കാരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശത്തിന്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി, ആ പേര് പോലും ദുരുപയോഗം ചെയ്ത് ഒരു കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മുടിയാണ് പ്രചരിപ്പിച്ചത്. ഒരൊറ്റ കാര്യം ഓർക്കുക, ആദരണീയനായ ഹബീബ് പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലായാലും നരകത്തിൽ അവൻ്റെ സീറ്റ് അവൻ റിസർവ് ചെയ്ത് കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിലയിരുത്തുക. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ഫത്വകൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേര് ഒരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക, ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകൾ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അത് പ്രാവർത്തികമാക്കുക. മഹല്ലുകൾ ഉണ്ടെങ്കിൽ പിരിച്ചു വിട്ടിട്ട് അത് സ്വീകരിക്കണം എന്നാണ് നേതാവ് 10,000 സാക്ഷി നിർത്തി വളരെ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുള്ളത്.